റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആരനുസരിക്കുന്നുവോ ഫഖദ് അത്വാ അല്ലാഹ്, അവർ അല്ലാഹുവിനെയാണ് അനുസരിച്ചത്. വമൻ തവല്ല, ആർക്കെങ്കിലും തോന്നുകയാണ് വിശ്വാസം അത് എൻ്റെ സ്വാതന്ത്ര്യം, ഇസ്ലാം മതങ്ങളിൽ ഒരു മതം എന്നൊക്കെ ആർക്കെങ്കിലും തോന്നിയിട്ട് അള്ളാഹുവിൻ്റെ വചനങ്ങൾക്ക് ചെവി കൊടുക്കാതെ ആരെങ്കിലും പുറംതിരിഞ്ഞ് നടക്കുകയാണെങ്കിൽ ഫമാ അർസൽനാക അലൈഹിം ഹഫീളാ, നബിയെ അവരെ ആരെയും പിടിച്ചുകൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം അങ്ങ് ഏൽപ്പിച്ചിട്ടില്ല നബിയെ, വേണ്ടാത്തവർ പൊയ്ക്കോട്ടെ. വയഖൂലൂന ത്വാഅ, അങ്ങ് പറയുന്നത് മുഴുവൻ ഞങ്ങൾ അനുസരിക്കുന്നവരാണ് എന്നവർ പറയുന്നുണ്ട് നബിയെ. ഫഇദാ ബറസൂ മിൻ ഇൻദിക ബയ്യത ത്വാഇഫതും മിൻഹും ഗൈറല്ലദീ തഖൂൽ, അങ്ങയുടെ സദസ്സിലിരിക്കുമ്പോൾ ഞാൻ അനുസരിക്കാൻ ഒരുക്കമാണ്, എൻ്റെ ചിന്തകളും എൻ്റെ ആഗ്രഹങ്ങൾക്കും അതീതമാണ് അല്ലാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകൾ എന്ന് ബോധ്യപ്പെട്ടു കഴിയുന്ന ആളുകൾ. ബയ്യത ത്വാഇഫതും മിൻഹും ഗൈറല്ലദീ തഖൂൽ, അങ്ങയുടെ പരിശുദ്ധമായ ചുണ്ടുകളിലൂടെ വരുന്ന വാക്കുകളെ അനുസരിക്കാതെ അങ്ങ് പറയാത്തത് അങ്ങയുടെ മേൽ കെട്ടിവെക്കുകയും അങ്ങയുടെ വാക്കുകളെ ദുർവ്യാഖ്യാനം ചെയ്യുകയും ചെയ്യുന്നവർ നബിയെ അങ്ങയുടെ അനുയായികളാണെന്ന് പറഞ്ഞു നടക്കുന്നവരിലുണ്ട്. വല്ലാഹു യക്തുബു മാ യുബയ്യിതൂൻ, ആരാരും കാണാതെ ഇരുളിന്റെ മറവിൽ നിന്നുകൊണ്ട് അവർ ചെയ്യുന്നത് അല്ലാഹു രേഖപ്പെടുത്തുന്നുണ്ട് നബിയെ. ഫഅരിദു അൻഹും, അങ്ങ് മുഖം തിരിച്ചേക്കണം. വതവക്കൽ അലല്ലാഹ്, അല്ലാഹുവിനെ ഭരമേൽപ്പിക്കൂ നബിയെ. വകഫാ ബില്ലാഹി വകീല, ഭരമേൽപ്പിക്കപ്പെടാൻ ഏറ്റവും അർഹതയുള്ളത് അല്ലാഹു തന്നെയല്ലേ. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, എൻ്റെ വചനങ്ങളായ ഖുർആനിനെ ആഴത്തിൽ എന്താണ് അവർ ചിന്തിക്കാത്തത്? തദബ്ബറ തഫഅല എന്ന വചനാണ്, അത് തകല്ലുഫുണ്ട്. അധ്വാനിച്ചുകൊണ്ടും സമയമെടുത്തുകൊണ്ടുമാണ് ഖുർആൻ പഠിക്കുക. ഒരു ഓട്ടപ്പാച്ചിൽ ഖുർആൻ കൊണ്ട് കഴിയില്ല. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ശുദ്ധ ഖുർആനിനെ ഇരുന്ന് ആഴത്തിൽ ചിന്തിച്ചെന്താണ് അവർ പഠിക്കാത്തത്? ഒരു പരിഭാഷ വായിച്ചു പോയാൽ അത് കിട്ടില്ല, ഒരു തഫ്സീർ മാത്രം നോക്കിയാലും കിട്ടൂല അത്. ഓരോ മുഫസ്സിറുകൾക്കും ചില ദൗഖുകളുണ്ട്, അങ്ങനെയാ പോവുക. അവർക്ക് ചില അഭിരുചികളുണ്ട്. ഇമാം റാസി തങ്ങൾക്ക് ഫൽസഫയായിരിക്കും, ഫിലോസഫിയാണ് കൂടുതൽ കാണുക. ഇബ്നു കസീർ തങ്ങളിൽ താരീഖ് വരും, ഹദീത്ത് വരും. ഇമാം തബരി തങ്ങൾ ഹദീത്ത് കൊണ്ട് വ്യാഖ്യാനിക്കും, ഖുർത്തുബി തങ്ങൾ അഹ്കാം കൊണ്ട് വ്യാഖ്യാനിക്കും. എന്നാൽ ചില ആളുകൾ ഖവാത്തിർ കൊണ്ട് ഖുർആനിനെ വ്യാഖ്യാനിക്കും. ഇതെല്ലാം ഒത്തുചേരുമ്പോഴാണ് അല്ലാഹുവിൻ്റെ വചനത്തിൻ്റെ പൊരുൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞു വരിക. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അങ്ങനെ ഒരു ആഴമേറിയ പഠനം ഇൻഷാ അല്ലാഹ് നിഅമ ഫൗണ്ടേഷന്റെ ഈ സ്ഥാപനത്തിൽ ഇവിടെ നടക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അത് ഭാരമേറിയ ഒരു പണിയാണ്, നമുക്ക് സാധ്യമല്ലെങ്കിൽ അത് ചെയ്യുന്നവരെ സഹായിക്കാനും സഹകരിക്കാനും നമുക്ക് സാധിക്കണം. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ, വിശുദ്ധ വചനങ്ങളായ ഖുർആൻ അള്ളാഹുവിൻ്റെ വാക്കുകളല്ലായിരുന്നുവെങ്കിൽ ആ ഖുർആനിൻ്റെ ഉള്ളിൽ എത്രയോ കോൺട്രഡിക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയുമായിരുന്നു, വൈരുദ്ധ്യങ്ങൾ. എന്നാൽ ഒരു വൈരുദ്ധ്യം പോലും വിശുദ്ധ വചനങ്ങളിലില്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അല്ലാഹുവേ, നിന്റെ വചനങ്ങൾ ഈ ഭൂമി ലോകത്തേക്ക് തന്നില്ലായിരുന്നുവെങ്കിൽ ഭൂമിയിലെ മനുഷ്യർക്ക് ആകാശലോകവുമായി എത്തിപ്പിടിക്കാൻ എന്ത് വഴിയുണ്ടാകുമായിരുന്നു? ഭൂമി ലോകത്തുള്ള ആളുകൾക്ക് ആലമുൽ മലക്കൂത്തുമായി ബന്ധിക്കാൻ എന്ത് കയറാണ് പിന്നെയുള്ളത്? ഭൂമിയിലുള്ള ആളുകൾക്ക് ഉന്നതമായ ലോകങ്ങളിലെ മഹാത്മാ